ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. തിരുവചനത്തിൻ്റെ ചില സന്ദേശങ്ങൾ അറിയിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവസന്നിധി ശരണപ്പെടുന്നു. ഒരു വാക്യം വായിപ്പാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് അതിന് നിങ്ങൾ കാരണമല്ല, ദൈവത്തിൻ്റെ ദാനമത്രേ ആകുന്നു. എഫെസ്യർ 28:9. അപ്പോൾ പ്രൈസലോടെ പറയുന്നത് ദൈവത്തിൻ്റെ ദാനമത്രേ. സ്തോത്രം. ദൈവത്തിൻ്റെ ദാനമാണ് നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. മാത്രമല്ല, ദൈവസ്ഥാനത്തിലേക്ക് വരുന്ന സകല മനുഷ്യർക്കും ദൈവത്തിൻ്റെ ദാനമായ അനേക ആത്മീയ അനുഗ്രഹങ്ങളുണ്ട്. ഒന്ന്, രക്ഷ ദാനമാണ്. രണ്ട്, സ്നാനം ദാനമാണ്. ആത്മീയ നൽവരങ്ങൾ ദാനമാണ്. ഭൗതിക കാര്യങ്ങൾ ദാനമാണ്. ആയുസ് ദാനമാണ്. ആരോഗ്യം ദാനമാണ്. സകലവും ദാനമായി തരുന്ന ദൈവത്തിൻ്റെ കരുണയുടെ ബഹുത്വത്തെ ഓർത്ത് നാം ദൈവത്തെ സ്തുതിക്കണം. ഹല്ലേലൂയ. സന്ദേശം നിങ്ങളോട് ദൂതാണ്. എന്നിൽ കേൾക്കുന്ന പ്രിയരെ, സ്തോത്രം. ദൈവനാമം ഉണ്ടാകട്ടെ. അതായത് യേശു ക്രിസ്തു ഇങ്ങനെ നടന്നു വരുമ്പോൾ ഒരു അത്തിയെ കണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിന് വിശന്നു. ആ അത്തി നല്ല കൊഴുത്ത് വളർന്ന് ഇലയൊക്കെ പച്ച പിടിച്ചിരിക്കുന്ന സംഭവമാണ്. പ്രൈസലോ. എന്നാൽ അതിൽ അത്തി പഴം പറിച്ച് തിന്നാൻ യേശു ക്രിസ്തു ആഗ്രഹിച്ചു. പക്ഷെ അതിലൊന്നും ഉണ്ടായില്ല. പക്ഷെ യേശു ക്രിസ്തു അതിനെ ശപിച്ചു. വേരോടെ ഉണങ്ങിപ്പോയി. പ്രൈസലോ. അതെന്താ കർത്താവ് അങ്ങനെ ചെയ്ത എന്ന് ചോദിച്ചാൽ, ദൈവത്തിൻ്റെ വ്യവസ്ഥകൾ പല വിധത്തിലുണ്ട്. ദൈവത്തിൻ്റെ സ്വഭാവത്തിൽ നിറമാറ്റം ഉണ്ടാകുന്നുണ്ട്. കാരണം യേശു ക്രിസ്തുവിനെ വിശ്വസിച്ച് ജീവിതത്തിലേക്ക് വന്നിരിക്കുന്ന അനേകർ ലോകത്ത് കാണാൻ കഴിയും. നീ ജാടയായി ജീവിച്ചാൽ, നീ ഒരു നാടകമായി അഭിനയിച്ച് ജീവിച്ചാൽ, നിന്നിൽ ഫലമില്ലാത്ത അവസ്ഥയിൽ ജീവിച്ചാൽ, രഹസ്യവും പരസ്യവും ജീവിതത്തിൽ ദൈവത്തിന് ഫലമില്ലാത്ത അവസ്ഥയെ ജീവിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ദൈവത്തിൻ്റെ ശാപം ഉണ്ടാകുമെന്ന ഈ അത്തിയെക്കുറിച്ച് കർത്താവ് ഉപമ പറഞ്ഞിരിക്കുന്നത്. പ്രൈസലോ. സഭയെന്ന് പറഞ്ഞാലും ഫലമില്ലെങ്കിൽ സഭ കരിഞ്ഞു പോകും. സ്തോത്രം. എന്ന് പറഞ്ഞാൽ സഭാപ്രവർത്തനങ്ങൾ ജീവിതത്തിൽ മനുഷ്യൻ കാണുമ്പോൾ വേഷവിധാനങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ ഉള്ളിൽ ദൈവം ആഗ്രഹിക്കുന്ന ഫലമില്ലെങ്കിൽ ഉണങ്ങിപ്പോകും. ദൈവം വേരോടെ ഉണക്കും. പ്രൈസലോ. പിന്നെ ഫലം ഉണ്ടാവില്ല. ഞാൻ പറഞ്ഞു പറഞ്ഞ സന്ദേശം എന്ന് പറഞ്ഞാൽ, ഒന്ന്, സഭയിൽ നീ ഫലമുള്ളവനായി തീരണം. ഭവനത്തിൽ, അതായത് നിന്റെ വീട്ടിൽ ഫലമുള്ളവനായി തീരണം. നിന്നിൽ ഫലമുണ്ടാകണം ആദ്യം. എങ്കിൽ ഉണങ്ങിപ്പോവും. ഉണങ്ങിപ്പോയാൽ പിന്നെ രക്ഷയില്ല. പിന്നെ കിളിർത്തു വരും എന്നുള്ള കാര്യം വലിയ പാടാണ്. മൂടോടെ ഉണങ്ങിപ്പോയെന്നാ കർത്താവ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. നമ്മൾ കരിഞ്ഞുപോയി. സ്തോത്രം. പറഞ്ഞാൽ നിന്നിലുള്ള ഇനി ഫലം ഉണ്ടാകണ്ട. ഇതുവരെ വർഷങ്ങളായി, മാസങ്ങളായി, അല്ലെങ്കിൽ ഇത്രയും നാളായി നിന്നിൽ ഫലമില്ലാതെ വരുമ്പോൾ ഉണ്ടാകുന്ന സ്തോത്രം അനുഭവമാണ് ഈ പറയുന്ന ഉപമ. സ്തോത്രം. പ്രസംഗിക്കുമ്പോൾ ആരൊക്കെ വിളിച്ച് പറയും, സ്തോത്രം പറ എന്ന് പറയുമ്പോൾ സ്തോത്രം പറയും, ഹല്ലേലൂയ പറ എന്ന് പറയുമ്പോൾ ഹല്ലേലൂയ പറയും. അങ്ങനല്ല. നിന്നിൽ ഫലം ഉണ്ടാകണം. നീ തന്നെ സ്തോത്രം പറഞ്ഞ് ഹല്ലേലൂയ ദൈവവചനം കേട്ട് പ്രൈസലാമെ ഏറ്റെടുത്ത് പ്രാപിക്കണം. വിടുതൽ വേണമെങ്കിൽ
ദൂത് പറയുമ്പോൾ നീ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കണം. അപ്പോൾ നീ ഫലമുള്ള ഒരു പ്രൈസലാമേ വൃക്ഷമായി മാറും. പ്രൈസലാമേ, ഹല്ലേലൂയ, പ്രൈസലോ. ദൈവത്തിൻ്റെ കരുണയായ ദൈവമുള്ളവനാണ്, കരുണയുള്ളവനാണ്, മനസ്സിലുള്ളവനാണ്. പക്ഷേ ദൈവം ആഗ്രഹിക്കുന്ന നിലവാരത്തിൽ പോയില്ലെങ്കിൽ ഇതുപോലെ ഉണങ്ങിപ്പോകുമെന്നാണ് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് അറിയിക്കുന്നത്. സ്തോത്രം. ജീവിതം ആരെങ്കിലും നിന്റെ ജീവിതം കർത്താവിനെ ശരിയായ രീതിയിൽ ഏൽപ്പിച്ച് ജീവിച്ചില്ലെങ്കിൽ സംഭവം പാളും. തൊഴിലാമേ, സ്തോത്രം. ദൈവാരാ സർവശക്തൻ അഗ്നി ജ്വാലയ്ക്ക് കണ്ണുള്ളവനാ, അഗ്നിജാലം മൂത്ത കണ്ണുള്ളവനാ. പ്രൈസോ. ദൈവത്തിൻ്റെ മഹിമ, ദൈവത്തിൻ്റെ വലിപ്പം പ്രൈസലോ പറഞ്ഞാൽ ഇന്നൊന്നും തീരത്തില്ല. കാരണം ദൈവം ഭയങ്കരമായ ദൈവമാണ്. ആ ദൈവമാണ് പ്രൈസലാം ഇവിടെ അത്തിയുടെ ഉപമ പറഞ്ഞിരിക്കുന്നത്. എന്നിലും നിന്നിലും ഫലമില്ലെങ്കിൽ ദൈവം പ്രൈസൽ വെട്ടി തീയിടും. പ്രൈസലോ. ഇവിടെ പ്രൈസലാമേ ഫലമില്ലാതെ പോയി. സ്തോത്രം. പ്രൈസലോ. ദൈവത്തിൻ്റെ അത്ഭുതമായ കരം പ്രൈസലോ മനസ്സിലാക്കി ആലോചന ജീവിക്കുമെങ്കിൽ ദൈവത്തിൻ്റെ വിടുതലുകൾ നടക്കുമെന്നുള്ള കാര്യത്തിന് യാതൊരു സംശയമില്ല. പ്രൈസലോ, സ്തോത്രം. ഇവിടെ ദാവീദ് പാപം ചെയ്തപ്പോൾ ദൈവത്തിൻ്റെ അരികിൽ അവൻ ഏറ്റുപേക്ഷിച്ചപ്പോൾ ദൈവത്തിൻ്റെ കരുണ ലഭിച്ചത്. കാരണം ദൈവമേ, അങ്ങയുടെ ആത്മാവിനെ ഇടുക്കല്ലേ തിരികെ തരണമേ എന്ന് സങ്കീർത്തനത്തിൽ ദാവീദ് പ്രാർത്ഥിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ ആത്മാവിനെ ദൈവം കൊടുത്തു. കാരണം അത്രത്തോളമായ ദൈവത്തോടുള്ള പ്രാർത്ഥനയും കണ്ണുനീരും പശ്ചാത്താപമൊക്കെ ദൈവം കണ്ടപ്പോൾ, അല്ലെങ്കിൽ ദൈവം കേട്ടപ്പോൾ അതിന് പരിഹാരം ദൈവം കൊടുത്തു. യാതൊരു സംശയമില്ല. ഇവിടെ സ്തോത്രം. പഴയ നിയമത്തിൽ ഇങ്ങനൊരു സംഭവമുണ്ട്. അന്നത്തെ മനുഷ്യർ എന്ത് പാപമാണ് ചെയ്തിരിക്കുന്നതെന്ന് ചോദിച്ചാൽ അതിനനുസരിച്ച് യാഗവസ്തുവിനെ കൊണ്ടുവന്ന് യാഗം അർപ്പിക്കുമ്പോൾ അതിന് പാപപരിഹാരം ഉണ്ടാകും അവർക്ക്. വ്യക്തി അതായത് ആട്ടിന് യാഗവസ്തുവിൻ്റെ അരികെ കൊണ്ടുവന്നിട്ട് അവൻ ചെയ്ത സകല പാപവും ഈ ആട്ടിന് മേൽ ചുമത്തും. എന്നിട്ട് ആട്ടിനെ പിടിച്ച് കഴുത്തറുത്ത് രക്തം ചീന്തി അതിൻ്റെ അഴുക്ക് ഒക്കെ എടുത്ത് കളഞ്ഞ് നല്ല മാംസം എടുത്ത് കൊണ്ടുവന്ന് യാഗവസ്തുവിലാക്കി യാഗം അർപ്പിക്കും. യാഗം വെന്തുരുങ്ങി നല്ല രീതിയിൽ ദൈവം പ്രസാദിപ്പിക്കും. ദൈവം പ്രസാദമായി തീരും. കാരണം ഇവൻ ചെയ്തതും പറഞ്ഞ സകല പാപവും അവിടെ വെച്ച് തീരുക. സ്തോത്രം. അങ്ങനെയെങ്കിൽ പ്രൈസലാമേ, ഹല്ലേലൂയ, അവൻ മരിക്കേണ്ട സ്ഥാനത്താണ് ഈ കുഞ്ഞാട് മരിച്ചത്. അങ്ങനെയെങ്കിൽ നമുക്കൊരു കുഞ്ഞാടുണ്ട്, കർത്താവായ യേശു ക്രിസ്തു. അവൻ നാം മരിക്കേണ്ട സ്ഥാനത്ത് കർത്താവ് സ്വയം മരിച്ചു, യാഗമായി തീർന്നു. നമ്മുടെ പാപങ്ങൾ നാം പാപത്തിൽ മരിക്കേണ്ടത് കർത്താവ് സ്വയം ഏറ്റെടുത്ത് നാം മരിക്കേണ്ട സ്ഥാനത്ത് കർത്താവ് മരിച്ചു. മാത്രമല്ല ഉയർത്തെഴുന്നേറ്റ് മേലായ നാമം നൽകി. യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ ദൈവമാണ്. ഹല്ലേലൂയ, ഇന്നും ജീവിക്കുന്നു. അതുകൊണ്ട് ദൈവസന്നിധിയിൽ പാപപരിഹാരം ക്രിസ്തുവിനുണ്ട് എന്ന് ന്യായപ്രമാണം നമ്മെ പഠിപ്പിക്കുന്നു. ശൗൽ എന്ന് പറയുന്ന ഒരു രാജാവുണ്ടായിരുന്നു. താൻ സ്തോത്രം അഭിഷക്തനാണ്. മാത്രമല്ല പ്രേക്ഷിതോ മറ്റൊരു അഭിഷക്തന് ദാവീദിനെ കുന്തേറിയുവാൻ ഇട്ട് ഓട്ടിച്ചു. പല വിധത്തിലും ദാവീദിന് സ്വച്ഛത കൊടുത്തില്ല. മാത്രമല്ല പ്രവാചക ഗണങ്ങളുണ്ടായിട്ട് ആ രാജ്യത്തെ ഭരിപ്പാൻ ആലോചന ചോദിക്കാൻ പോയി. എവിടാന്നറിയാമോ? വെളിച്ചപ്പാടത്തിയെടുത്ത് പോയി ദൈവാലോചന ചോദിച്ചു. അതോടെ ശൗലിൻ്റെ ആത്മാവ് വിട്ടുപോയി. പിന്നെ അവൻ്റെ ഉള്ളിൽ ദുരാത്മാവാണ് വ്യാപരിച്ചത്. ദൈവത്തിൻ്റെ ആത്മാവിനെ പ്രാപിച്ച ഒരു വ്യക്തി മറ്റ് അന്യായ ആരാധനകളിൽ ചെന്ന്
ആത്മാവിൻ്റെ നാം അങ്ങോട്ട് സമർപ്പിച്ച് പ്രാർത്ഥിച്ച നമ്മളിലുള്ളതായ ദൈവത്തിൻ്റെ ആത്മാവ് നഷ്ടപ്പെടും എന്നാണ് അവിടെ കാണിക്കുന്നത്. അവസാനം ഈ ശൗൽ മരിച്ചെങ്ങനെയാണെന്നറിയോ? സ്വന്തം വാളാൽ മരിച്ചു. ദുരാത്മാവ് അകപ്പെട്ടപ്പോൾ സ്തോത്രം, അത് ശൗൽ ലോകത്തിൽ നശിച്ച്, അതായത് കരിഞ്ഞുപോയി. സ്തോത്രം. ദൈവത്തിൻ്റെ പദ്ധതികളും ദൈവത്തിൻ്റെ ആലോചനകളും കേട്ട് അനുസരിക്കുമ്പോൾ ദൈവത്തിൻ്റെ വിടുതലുകൾ നമുക്ക് അനുഭവിക്കാൻ കഴിയും. എന്നെ കേൾക്കുന്ന പ്രിയരെ, നമുക്ക് നമ്മുടെ മധ്യത്തിൽ മധ്യസ്ഥനായി ഒരു ദൈവമുണ്ട്, സർവശക്തനായ ദൈവം യേശു ക്രിസ്തു. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം പ്രേക്ഷലാമേ വെറും കളിയല്ല, നിസ്സാരമല്ല. പക്ഷേ ദൈവസ്ഥാനത്തിൽ തീരുമാനമെടുക്കുമ്പോൾ ഫലമുണ്ടാകണം. കർത്താവിന് ഫലമുണ്ടാകണം, സഭയിൽ ഫലമുണ്ടാകണം. എങ്കിലേ ദൈവത്തിൻ്റെ അനുഗ്രഹം നമുക്കുണ്ടാകും. ഇന്ന് പലരും ജന്മന സഭകളിൽ വളർന്ന് വന്നവരൊക്കെ ഒരുപാട് പേരുണ്ട്. അവർക്ക് സഭാപ്രവർത്തനങ്ങളും പാസ്റ്റർമാരുടെ രീതിയും പോക്കും പ്രസംഗമൊക്കെ അവർ കണ്ടും കേട്ടൊക്കെ ജീവിക്കുന്നതുകൊണ്ട് അവർ ഇത്രയേ ഉള്ളൂ എന്നുള്ള ധാരണയല്ല അവർ ദൈവസന്നിധിയിൽ നിസ്സാരണ പോലെ ദൈവസന്നിധിയിലേക്ക് വന്ന് പോകുന്നത്. പക്ഷേ ദൈവവചനം പഴയ നിയമത്തിൽ ദാവീദിന് ഇതിനെക്കുറിച്ചൊന്നും അറിയത്തില്ലായിരുന്നു. പക്ഷേ ദൈവമാണ് ദാവീദിന് ദൈവത്തിൻ്റെ ആത്മാവ് വെളിപ്പെടുത്തി കൊടുത്തത് പഴയ നിയമത്തിലെ ശുശ്രൂഷയാണ്. ഇവിടെ പൗലോസ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു. പുതിയ നിയമത്തിൻ്റെ യാതൊന്നും അറിയത്തില്ലായിരുന്നു. പക്ഷേ ദൈവത്തിൻ്റെ ആത്മാവ് തന്നിൽ വന്നപ്പോൾ താൻ ശുശ്രൂഷ ഏറ്റെടുത്ത് ചെയ്തു. മാത്രമല്ല ക്രിസ്തുവിന് വേണ്ടി കഷ്ടം സഹിക്കുവാനുമായി ഏൽപ്പിച്ചു കൊടുത്താണ് പൗലോസ്. പൗലോസിൻ്റെ ദർശനം അല്ലെങ്കിൽ സ്വപ്നം കാണുന്നതിനെയാണ് പറയുന്നത്, മൂന്നാം സ്വർഗത്തോളം എടുക്കപ്പെട്ടതാണ്. ഭയങ്കര ആത്മീയമായ കാഴ്ചപ്പാടുള്ള ഒരാളാണ് പൗലോസ്. പ്രസംഗിക്കുവാൻ വലിയ ശുശ്രൂഷ കൊടുത്ത ദൈവമാണ്. പൗലോസിൻ്റെ പ്രസംഗങ്ങളൊക്കെ ഭയങ്കരമാണ്. സ്തോത്രം. ദൈവം കൊടുത്ത ജ്ഞാനം. പക്ഷേ അദ്ദേഹം യേശു ഭൂമിയിലായിരുന്നപ്പോൾ എങ്ങനെയാണ് ജീവിച്ചത് അതുപോലെ ജീവിപ്പാൻ ആഗ്രഹിച്ചതാണ് പൗലോസ്. ജീവിതം. സ്തോത്രം. മാത്രമല്ല യേശു ക്രിസ്തു യാഗമായി തീർന്നതുപോലെ തനിക്കും അതുപോലെയൊക്കെ മരിക്കണമെന്ന് ആഗ്രഹിച്ചൊരു വ്യക്തിയാണ്. അത്രയ്ക്കും ദൈവമായുള്ള ബന്ധത്തിൽ ഒരു വിശ്വാസം ഉണ്ടായ ഒരു വ്യക്തിയാണ്. കാരണം ദൈവമായി ബന്ധം ഉണ്ട്. എനിക്ക് നിനക്ക് ദൈവമായി ബന്ധമുണ്ടോ? എന്നെങ്കിലേ ഈ ദൈവത്തിൻ്റെ സ്നേഹവും കരുണയും ബലവും ദൈവത്തിൻ്റെ ദയയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒന്നും അറിയാൻ കഴിയില്ല. ദൈവത്തിൻ്റെ ആലോചന നാം ഏറ്റെടുത്ത് ജീവിക്കുമ്പോൾ ദൈവത്തിൻ്റെ കരുണ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടും. അന്യായ ശക്തികൾ, ബന്ധനങ്ങൾ അഴിഞ്ഞു പോകും, പോരുകൾ അഴിഞ്ഞു പോകും. യേശുവിനെ തിരിച്ചറിഞ്ഞ് ആരാധിച്ചാൽ വെളിച്ചപ്പാടത്തിൻ്റെ ആത്മാവിന് പൊട്ടിപ്പോവും. അത് വ്യാപാര ശക്തി, ദുഷ്ടവ്യാപാരം അഴിഞ്ഞു പോകും. ദോഷത്തിൽ ദോഷത്തിൻ്റെ ആത്മാവ് ദൈവത്തിനും മനുഷ്യർക്കും ദൈവിക കൂട്ടായ്മ എതിരായി വ്യാപരിക്കുന്ന ദുഷ്ടവ്യാപാരം യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിച്ച് ആരാധിക്കുമ്പോൾ അത് വിട്ടുപോകും. ദൈവാത്മാവ് നമ്മൾ പകരാൻ കഴിയും. ദൈവാത്മാവ് വരുമ്പോൾ ഉള്ള പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് തിരിച്ചറിയാൻ കഴിയും. അതാണ് പ്രത്യേക വിഷയം എന്ന് പറയുന്നത്. കാരണം ഒരാൾ മദ്യപിച്ചു കഴിഞ്ഞാൽ ആരും തിരിച്ചറിയാൻ അറിയത്തില്ല, തിരിച്ച് അറിയാൻ കഴിയില്ല എന്ന് പറയുന്ന പോലെ അല്ല. ദൈവാത്മാവ് വരുമ്പോൾ നമുക്ക് പലരും തിരിച്ചറിയാൻ കഴിയും. എന്ന് പറഞ്ഞാൽ ലോകത്തിലെ സകല മനുഷ്യരെ, ബന്ധുക്കളെ, ചർച്ചക്കാരെ, ചർച്ചയിലുള്ള വിശ്വാസികളെ, ക്രിസ്തുലാമിയാലിലെ അമ്മ, അപ്പന്,
മക്കള്, സഹോദരന്മാര്, സഹോദരിമാര്, ഭാര്യയെ, അങ്ങനെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ നമുക്ക് തിരിച്ചൊരു ബോധം നമുക്കുണ്ടാവും. സ്തോത്രം. ഇതാ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ദൈവാത്മാവ് വരുമ്പോൾ നമുക്ക് സകലവും തിരിച്ചറിയാനുള്ള ഒരു ബോധം ഉണ്ടാകും. തെറ്റ് ശരി നമുക്ക് തിരിച്ചറിയാൻ കഴിയും. അപ്പോൾ പ്രീശലാമി നമ്മുടെ തെറ്റുകൾ വരുത്തുവാൻ പിശാച് പദ്ധതിയിടുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ തെറ്റുകൾ, ബന്ധനങ്ങൾ അഴിഞ്ഞു മാറിപ്പോകും. അതാ ദൈവത്തിൻ്റെ പ്രവർത്തനം എന്ന് പറയുന്നത്, ആത്മാവിൻ്റെ പ്രവർത്തനം എന്ന് പറയുന്നത്. ശാരീരികമായ വിടുതൽ, ആത്മീയ വിടുതലുകൾ ദൈവം നൽകും. പുതിയ നിയമത്തിൻ്റെ ശുശ്രൂഷ എന്ന് പറയുന്നത് ആത്മ ശുശ്രൂഷയാണ്, ആത്മാവിൻ്റെ ശുശ്രൂഷയാണ്. സ്തോത്രം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന വിഷയം എന്ന് പറഞ്ഞാൽ, ഒരു മനുഷ്യനെ അത്തി പഴം പോലെ അല്ലെങ്കിൽ അത്തി വൃക്ഷം പോലെ ദൈവം കണ്ടിരിക്കുകയാണ്. ഫലമുണ്ടാകണം. ദൈവത്തിന് ഹിതമുള്ള ഫലമുണ്ടാകണം. എങ്കിൽ മാത്രമേ ജീവിതത്തിൽ വളർച്ചയുണ്ടാകൂ. സാഹചര്യങ്ങളോ മനുഷ്യനോ ലോകത്തിലെ സകല മനുഷ്യരും നമുക്ക് പ്രതികൂലമായി നാലും, ഞാനും നീയും ഒരു അത്തിയുടെ ഉപമ പറഞ്ഞിരിക്കുന്നത് പോലെ ദൈവസ്ഥാനത്തിൽ ഏൽപ്പിച്ചു കൊടുത്താൽ അത് ഫലമുണ്ടാവും, ഫലം പുറപ്പെടും. എന്തൊക്കെ പ്രതികൂലം വരട്ടെ, പ്രതിസന്ധി വരട്ടെ, ഭാരങ്ങൾ വരട്ടെ, എന്തും വരട്ടെ, പക്ഷേ പ്രൊഫഷണൽ ഫലം ഉണ്ടാകേണ്ടവൻ ഫലം ഉണ്ടാവും, പുറപ്പെടും. പ്രൊഫഷണൽ കാരണം എന്ന് പറഞ്ഞാൽ ദൈവം നമ്മെ വിളിച്ച് വേർതിരിച്ച് കൊണ്ടുവന്നത് ഫലം കായ്ക്കേണ്ടതിനാണ്. അതല്ല നമ്മൾ പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല. കാരണം എനിക്ക് ഫലം തരണമേ, ഫലം തരണമേ, ഫലം ഉണ്ടാകാൻ ഇടയാകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല. കാരണം എന്താ പറയുക, പ്രൈസലാമി ഹാലലി, അങ്ങനെയുള്ള ഫലമല്ല. ദൈവം നമ്മെ വിളിച്ച് വേർതിരിച്ചത് നമ്മെ വളർത്തുവാനാണ്, ഫലം തരുവാനാണ്, ഫലമായി മാറുവാനാണ് ദൈവം വിളിച്ചത്. അതല്ല, ദൈവം വിളിച്ചിട്ടില്ലെങ്കിൽ ദൈവത്തോട് പ്രാർത്ഥിയും, ഞാൻ ഫലമുള്ള അത്തിയായി മാറട്ടെ എന്ന് പ്രാർത്ഥിച്ചാൽ അത് പ്രയോജനകരമായ ഒരു അനുഭവമല്ല. മറിച്ച് ദൈവം എന്നെയും നിന്നെയും വിളിച്ച് വേർതിരിച്ചെങ്കിൽ നീ ഒരു നല്ല അത്തിയായി മാറും, ഫലമുള്ള അത്തിയായി മാറ്റുന്ന ദൈവമാണ്. സ്തോത്രം. പക്ഷേ ദൈവസ്ഥാനത്ത് ഏൽപ്പിച്ചു കൊടുക്കണം, പ്രാർത്ഥിക്കണം. എങ്കിൽ മാത്രമേ ദൈവം വിളിച്ച ദൈവം നമ്മെ ഉദ്ദേശിക്കുന്ന പ്ലാനിൽ വളർത്തുവാൻ ദൈവത്തിനിടയായിത്തീരും. ക്രിസ്തുവിൻ്റെ തലയോളം വളരുവിൻ എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട്. ആത്മാവിൽ വളരുവിൻ. പ്രൊഫഷണലാമേ ദൈവത്തിൻ്റെ സന്ദേശത്തിൽ, ആലോചനയിൽ വളരുവിൻ, ദൈവകൃപയിൽ വളരുവിൻ. ദൈവം ശക്തനായ ദൈവമാണ്. പക്ഷേ ഇതിന് പിശാചെതിരാ. പ്രൊഫഷണലാമേ സ്തോത്രം. അതായത് ദൈവിക കൂട്ടായ്മയ്ക്ക്, ദൈവിക ആലോചനകൾക്ക്, ദൈവിക വ്യവസ്ഥകൾക്ക് ദൈവികമായി വളർന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് എതിർ പിശാചാണ്. അവൻ പ്രവർത്തിക്കും. പക്ഷേ എന്തൊക്കെ പ്രവർത്തിച്ചാലും യേശു ക്രിസ്തു പ്രൈസല വളർത്തും. പ്രൈസലാമേ ഹല്ലേലൂയ. ദൈവം ശക്തനാണ്. സഭകളെല്ലാം എതിരായി നിന്നാലും, സഭയിലെ ഇന്നത്തെ പ്രവർത്തിക്കുന്ന പ്രൈസലാമേ ഹല്ലേലൂയ ഫലമില്ലാത്തവനായിരുന്നാലും, എതിരായി വന്നാലും, ദൈവം വിളിച്ച് വേർതിരിച്ചെങ്കിൽ ദൈവം ഫലപ്രാപ്തിയിലേക്ക് വളർത്തുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. പ്രൈസലാമേ സ്തോത്രം. ഹല്ലേലൂയ. ഫലമില്ലാത്ത വൃക്ഷം അല്ലെങ്കിൽ അത്തി ഉണങ്ങിപ്പോയി. പ്രൈസലാമേ ഹല്ലേലൂയ. ദൈവം പ്രൈസലാമേ പ്രൈസലാമേ ഫലമുള്ളൊരു അത്തിയാക്കി മാറ്റുവാൻ ദൈവത്തിന് കഴിയും. അതിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം എന്ന് പറഞ്ഞാൽ ദൈവം വിളിച്ച് വേർതിരിച്ചവരെ അവൻ ഫലം കൊണ്ട് നിറയ്ക്കും. പ്രൈസലാമേ ഹല്ലേലൂയ. യഹോവയായ ദൈവത്തിൻ്റെ കരം പ്രൈസലോ വെളിപ്പെടും. നിന്നുള്ളതായ
പ്രൈസുള്ള പ്രവൃത്തിയെ വെളിപ്പെടുത്തുന്ന ദൈവമാണ്. ഈ സന്ദേശം കേൾക്കുന്ന ആരൊക്കെ ഉണ്ടെങ്കിലും നിങ്ങളുള്ളതായ ദൈവത്തിൻ്റെ ആലോചനയാണ്. നിന്നെയും എന്നെയും ദൈവം വിളിച്ചെങ്കിൽ ദൈവം പ്രൈസുള്ള ഫലമുള്ള ഒരു അത്തിയാക്കി ദൈവം മാറ്റും. പ്രൈസുള്ളാമേ സ്തോത്രം. ഫലമില്ലാത്ത സഭയാണെങ്കിൽ, പറഞ്ഞ സഭയിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിൽ, ഫലമില്ലാത്ത വ്യക്തികളാണെങ്കിൽ, ഫലമില്ലാത്ത വിശ്വാസികളാണെങ്കിൽ, സഭ ദൈവം ആലോചനയിൽ ഇട്ട സഭയാണെങ്കിൽ ആ സഭയിൽ ഫലമുണ്ടാവും. ദൈവം സഭ രൂപീകരിച്ചെങ്കിൽ, ദൈവത്തിൻ്റെ ആലോചനയുള്ള സഭയാണെങ്കിൽ സഭയിൽ ഫലമുണ്ടാകും. പ്രൈസുള്ളാമേ. ദൈവം അങ്ങനെയാണ് ആഗ്രഹിക്കുന്നത്. ദൈവാത്മാവിൻ്റെ ശക്തി, ദൈവത്തിൻ്റെ ആലോചന, ദൈവത്തിൻ്റെ വ്യവസ്ഥകൾ, ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ, ദൈവത്തിൻ്റെ കൃപ ഏറ്റെടുത്ത് ജീവിക്കുന്നവർക്ക് ദൈവത്തിൻ്റെ വിടുതലുകളെ അനുഭവിക്കാൻ കഴിയും എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയമില്ല. പ്രൈസുള്ളാമേ. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവത്തിന് സ്തോത്രം. വിധമല്ലാത്ത അനുഭവങ്ങളിൽ പോകുമ്പോൾ ദൈവത്തിന് നിറം മാറും. പ്രൈസുള്ളാമേ. ഹല്ലേലൂയ. കാരണം യേശു ക്രിസ്തു പ്രൈസുള്ളാമേ ഹല്ലേലൂയ മറ്റൊരു തലങ്ങളിലേക്ക് ദൈവം നടത്തും. നമ്മെ വിളിച്ചത് പ്രൈസുള്ളാമേ ദൈവം ശപിക്കുവാനല്ല. ശാപം സ്വയം ഏറ്റെടുക്കുന്നവരാ പലരും. ചിലർ ദൈവം ശാപം തരട്ടെ, ഞാൻ അനുഭവിച്ചോളാം എന്നാണ് പറയുന്നത്. ഞാൻ അനുഭവിച്ചോളാം പറഞ്ഞാൽ ഒരു പുച്ഛവുമില്ല. ശിക്ഷ വന്നാലും ഞാൻ അനുഭവിക്കും, എന്തു വന്നാലും അനുഭവിക്കും. ഈ നരകത്തിൽ പോകുമെന്ന് പറഞ്ഞാൽ അവിടെ പോട്ട്, കുഴപ്പമില്ല. ഇങ്ങനെ പോയ അനുഗ്രഹം പ്രാപിക്കത്തില്ലെന്ന് വേണ്ട എന്ന് പറഞ്ഞ് മനസ്സിനെ പ്രൈസുള്ളാമേ ധിക്കരിച്ച് ജീവിക്കുന്ന അനേകർ ഈ ലോകത്തുണ്ട്. ഹല്ലേലൂയ. പ്രൈസുള്ളോ. ദൈവം പ്രൈസുള്ളോ ഉന്നതനായ ദൈവത്തിൻ്റെ അത്ഭുതമായ പ്രവൃത്തിയിൽ ആലോചനയെ ഏറ്റെടുത്തുകൊണ്ട് ജീവിക്കുന്ന ജീവിതങ്ങളെ ദൈവം അനുഗ്രഹിക്കാനിടയായിത്തീരും. മാത്രമല്ല ദൈവത്തിൻ്റെ ആത്മാവ് വരുമ്പോഴോ എല്ലാം തിരിച്ചറിയാൻ കഴിയും. പറഞ്ഞാൽ തെറ്റുകളെ ശരിയെ രണ്ടും തിരിച്ചറിയാൻ കഴിയും. ദൈവാത്മാവ് ഇല്ലെങ്കിൽ തെറ്റും ശരിയും തിരിച്ചറിയാൻ കഴിയില്ല. ദൈവാത്മാവില്ലാത്തവർ ശരി ചെയ്യും, പക്ഷെ വാക്ക് മൊത്തം തെറ്റുകളായിരിക്കും. പക്ഷെ ദൈവാത്മാവ് വരുമ്പോഴോ തെറ്റ് ഒരുപക്ഷെ വന്നാലും ശരിയിലേക്ക് നടത്തുന്ന ദൈവത്തിൻ്റെ ആത്മാവുണ്ട്. പ്രൈസുള്ളോ. അതാണ് ദൈവത്തിൻ്റെ പരിശുദ്ധ ആത്മാവെന്ന് പറയുന്നത്. ഈ ലോകത്തിൽ പ്രൈസുള്ളാമേ നമ്മെ വിടുവിക്കുന്നവർ കർത്താവായ യേശു ക്രിസ്തുവാണ്. ദൈവത്തിൻ്റെ വിടുതലുകളെ അനുഭവിപ്പാൻ നാം ദൈവസന്നിധിയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കണം. വെളിച്ചപ്പാടത്തിയുടെ ആത്മാവിനെ ദൈവം ശാസിക്കും. മന്ത്രവാദിയുടെ ആത്മാവിനെ ദൈവം ശാസിക്കും. ആഭിചാരക്കെട്ടിൻ്റെ ബന്ധനത്തെ ദൈവം ശാസിക്കും. ക്ഷുദ്രപ്രയോഗത്തിൻ്റെ ബന്ധനത്തെ ദൈവം ശാസിക്കും. കൂട്ടൻ്റെ എന്ത് കെട്ടുണ്ടെങ്കിലും പ്രൈസുള്ള ദൈവം അഴിക്കും. നിന്നെ മുന്നോട്ട് വിടില്ല എന്ന് വെല്ലുവിളിച്ചു കൊടുക്കുന്ന ദുഷ്ടയാപാര കെട്ടുകളെ അഴിക്കും. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അഴിയും. ദൈവനാമം ജയമിടുക. പക്ഷേ ഈ പറഞ്ഞവരുടെ ഈ വെളിച്ചപ്പാടത്തിയുടെ ആരാധന അല്ലെങ്കിൽ ആത്മാവിനെ ദൈവാലോചന കേൾക്കാൻ പോയാൽ നമ്മുടെ ഉള്ളതായ ദൈവത്തിൻ്റെ വിശുദ്ധ ആത്മാവ് നഷ്ടപ്പെടും, അഭിഷേകം നഷ്ടപ്പെടും. അത് വരാതിരിക്കാൻ എന്ത് ചെയ്യണം? പ്രൈസുള്ളാമേ ദൈവസ്ഥാനത്തിൽ ഊർജത്തോടെ പ്രാർത്ഥിക്കണം. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തി ദൈവം നൽകും. കോട്ടകളെ ഇടിക്കും ദൈവത്തിൻ്റെ ശക്തി. പ്രമാണം തന്നിരിക്കുന്നു. പുതിയ നിയമപ്രമാണം ദൈവം നമുക്ക് നൽകിയിരിക്കുന്നു. പഴയ നിയമം പുതിയ നിയമപ്രമാണവും ദൈവത്തിൻ്റെതാണ്. ദൈവം പ്രവർത്തിച്ചതാണ്. ദൈവം അതിൽ ഇടപെട്ടതാണ്. ദൈവം അതിൽ തൻ്റെ കരമയച്ച് പ്രവർത്തിച്ചതാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. സ്തോത്രം. യഹോവയായ ദൈവത്തിൻ്റെ അരുളപ്പാടുകളൊക്കെയും ഇന്നും പ്രൈസുള്ളോ ദൈവം സംസാരിച്ചു കൊണ്ടിരിക്കുന്നു.
അതുകൊണ്ട് നമുക്ക് പ്രീസലാമെ ഒന്നിവുള്ള ദൈവം പ്രീസലാമെ തൻ്റെ കരം നയിച്ച് വിടുവിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. യഹോവയിൽ ശക്തനായ ദൈവം ഈ ശുശ്രൂഷകളൊക്കെ നിസ്സാരമായി കാണുന്നവരുണ്ടെങ്കിൽ, ദൈവദാസന്മാരെ പുച്ഛമായി കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഗതി പിടിക്കില്ല. സ്തോത്രം. കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു പക്ഷേ കണ്ടും കേട്ടൊക്കെ വളർന്നതായതൊന്നും വലിയ വില കൽപ്പിക്കാത്തവരായിരിക്കും. പക്ഷേ കർത്താവിൻ്റെ വചനം ആദിയിൽ അന്ത്യം വരെയും പ്രീസലാമേ ഇത് പ്രീസലാമേ സത്യമാണ്. ഇതിനെതിരായി നിന്നവരൊന്നും ആരുമില്ല. ഇതിനനുകൂലമായി നിന്ന് പ്രവർത്തിക്കും, വിശ്വസിക്കും, പ്രാർത്ഥിക്കുകയും ചെയ്തവരൊക്കെ അനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ട്. എതിരായി നിന്നവരൊക്കെ ഈ പറഞ്ഞതുപോലെ അത്തി കരിഞ്ഞതുപോലെ പ്രീസലാമി ഹല്ലേലൂയ കരിഞ്ഞു പോയിട്ടുണ്ട്. അതുകൊണ്ട് സ്തോത്രം. ദൈവസ്ഥാനത്തിൽ ഹല്ലേലൂയ ദൈവത്തിൻ്റെ പ്രവൃത്തി ഹല്ലേലൂയ അനുഭവിപ്പാൻ ദൈവം ദൈവസ്ഥാനത്തിൽ നമ്മെ ഏൽപ്പിച്ചു കൊടുക്കണം. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ വിടുവിക്കുന്ന ദൈവത്തിൻ്റെ കരമുണ്ട്. പ്രീസലാമി ഹല്ലേലൂയ ദൈവം പ്രവർത്തിക്കുക തന്നെ ചെയ്യും. ദൈവത്തിൻ്റെ ആത്മാവ്, ഞാൻ കഴിഞ്ഞ നാളിൽ സന്ദേശം അറിയിച്ചതുപോലെ, ആരേൽപ്പിച്ചു കൊടുക്കുന്ന ആ മൺപാത്രത്തിൽ ദൈവത്തിൻ്റെ ആത്മാവിനെ കൊണ്ട് നിറയ്ക്കും. ആ വ്യക്തി എന്നുള്ള നിലയല്ല, ആരോ ആയിക്കോട്ടെ, ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ദൈവാത്മാവിൻ്റെ ശക്തി കൊണ്ട് നിറയ്ക്കും. ദൈവാത്മാവിനെ നൽകും. അപ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടും. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും പ്രീസലാം തൻ്റെ ദാസന്മാരെ എടുത്ത് ഉപയോഗിച്ചത് ദൈവത്തിൻ്റെ ആത്മാവിലാണ്. പ്രവാചകന്മാരിൽ കൂടെ ദൈവത്തിൻ്റെ ആത്മാവാണ് ഇടപെട്ടത്. പ്രീസലാമെ യിരെമ്യാ പ്രവാചകൻ, യെശയ്യാ പ്രവാചകൻ, പ്രീസലാമെ ഹല്ലേലൂയ, അതുപോലെ പ്രീസലാമെ ശിഷ്യന്മാരായിരിക്കുന്നവർ, അവരെ ദൈവത്തിൻ്റെ ആത്മാവാണ് പ്രവർത്തിച്ചത്. കാരണം സൈന്യത്താലല്ല, ശക്തിയാലല്ല, ദൈവത്തിൻ്റെ ആത്മാവിലത്രേ വിജയം ഉണ്ടാകുന്നത്. അക്ഷരാർത്ഥത്തിൽ ശുശ്രൂഷകളെല്ലാം തോൽവിയാണ്. പ്രീസലാമെ എന്നാൽ ആത്മീയ ശുശ്രൂഷയാണ് വിജയം. ആത്മാവിൻ്റെ ശുശ്രൂഷയാണ് വിജയം ഉണ്ടാകുന്നത്. യേശുവിൻ്റെ നാമത്തിൽ ജയമെടുക്കുന്ന ഹല്ലേലൂയ. നമ്മെ ആത്മീയ കൂട്ടായ്മയിലേക്ക് എന്നെ നിന്നെ വിളിച്ചെങ്കിൽ ദൈവം വിജയകരമായ അനുഭവങ്ങളിലേക്ക് നടത്തുവാൻ ഇടയാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത്യുന്നതനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മെ ഏൽപ്പിച്ചു കൊടുക്കുക. ദൈവം നാം ബലപ്പെടുത്തുവാനായിത്തീരും. ഒന്ന്, ഹല്ലേലൂയ സ്തോത്രം, ദൈവത്തിൻ്റെ ആത്മാവിൽ വിജയമുണ്ട്. രണ്ട്, ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ വിടുതലുണ്ട്. മൂന്ന്, പ്രൈസല ഏത് കെട്ടും യേശുവിൻ്റെ നാമത്തിൽ അഴിഞ്ഞു മാറും. അതുകൊണ്ട് പ്രൈസലാമേ ഹല്ലേലൂയ, എന്നെ നിന്നെ വിളിച്ച് ദൈവമാണെന്നുള്ള ഉള്ളിൽ വിശ്വാസം വേണം. പുറമെ മനുഷ്യൻ പലരും പലതും പറയും. പ്രൈസലാമേ ഹല്ലേലൂയ, എൻ്റെ നടുവിൽ ദൈവാത്മാവിൽ നടത്തും. ലോകത്തിൽ ഒന്നും വേണ്ട, ദൈവാത്മാവുണ്ടെങ്കിൽ ശ്രേഷ്ഠമായ അനുഭവമാണ്. പ്രൈസലാമേ. അതുകൊണ്ട് പ്രൈസലോ പൗലോസിൻ്റെ ദൈവം, ദാവീദിൻ്റെ ദൈവം, സ്തോത്രം ഹല്ലേലൂയ, പ്രൈസലോ ഇന്നും ജീവിക്കുന്നു. ആകയാൽ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഉത്തരമല്ലെന്ന ഒരു ദൈവം ഉണ്ടെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവാണ്. എൻ്റെ നിൻ്റെ ബന്ധനം അഴിപ്പാൻ ദൈവത്തിന് കഴിയും. അതുകൊണ്ട് ഞാൻ പറയുന്ന സന്ദേശത്തിൻ്റെ ഉള്ളടക്കം എന്ന് പറയുന്ന പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് അത്തി. കർത്താവ് അത്തി മരത്തെ നോക്കിയപ്പോൾ ഫലമുണ്ടായില്ല, ദൈവം ശപിച്ചു. പ്രൈസല അത് ഉണങ്ങിപ്പോയി. അതുകൊണ്ട് പ്രൈസലാമേ ഹല്ലേലൂയ, നമ്മുടെ ജീവിതത്തിൽ ഈ അത്തി ഉണങ്ങിപ്പോയതുപോലെ പ്രൈസലാമേ ഉണങ്ങാതിരിപ്പാൻ ഒരേ മാർഗമേ ഉള്ളൂ. കൃപ ഏറ്റെടുത്ത് ഒരു ഫലമുള്ള അത്തി വൃക്ഷം പോലെ ഈ നാളിൽ ജീവിച്ചാൽ ദൈവാനുഗ്രഹം ഉണ്ടാകും. ദൈവം വിടുവിക്കും. സഭയിൽ, ദേശത്ത്, നമ്മുടെ ജീവിതത്തിൻ്റെ ആരോഗ്യമുണ്ടോ അവിടെയൊക്കെ നീ ഒരു അത്തി മരം പോലെ, അത്തി പഴം അതിൽ കായ്ക്കുന്നത് പോലെ ഒരു ഫലമുള്ള വൃക്ഷമാക്കി മാറ്റും. അനേകരുടെ പ്രയോജനമുള്ളൊരു മരമാക്കി മാറ്റുവാൻ
ദൈവം ശക്തനായ ദൈവമാണ്. യേശു ക്രിസ്തു വിശന്നപ്പോഴാണ് ഈ അത്തിയരികിൽ വന്ന് അത്തി പറിച്ച് വിശപ്പടക്കാമെന്ന് ആഗ്രഹിച്ചപ്പോൾ അത് കണ്ടില്ല. അതുകൊണ്ട് പ്രൈസലാമേ, ഈ ലോകത്തിൽ പ്രൈസലാമേ, ദൈവസന്നിധിയിൽ നാം ഫലമില്ലാതെ ജീവിച്ചാൽ നാം തനി ഉണങ്ങിപ്പോവും, ദൈവത്തിന് ശാപം ഉണ്ടാകും. അതുകൊണ്ട് ദൈവസ്ഥലം ഏറ്റെടുത്ത് പ്രാർത്ഥിച്ച് ഒരു ക്രിസ്തീയ ജീവിതം പുനരുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട്, ഈ വചനങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എല്ലാവർക്കും സ്നേഹം അറിയിച്ചോളൂ. ദൈവനാമത്തോണ്ടാകട്ടെ. ആമേൻ.